നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്തു കൊന്ന കേസിൽ പെൺസുഹൃത്ത് അറസ്റ്റിലായിരിക്കെയാണ് ചേലാട് സ്വദേശിനി അദീനയാണ് അറസ്റ്റിലായിട്ടുള്ളത്. മാതിരപ്പള്ളി സ്വദേശി അൻസിലിനെയാണ് പാരാക്വറ്റ് എന്ന കളനാശിനി കൊടുത്ത് യുവതി കൊലപ്പെടുത്തിയത്. ഈ കുറ്റം സംബന്ധിച്ച പ്രതി വീടിനടുത്ത് നിന്നാണ് വിഷം വാങ്ങിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പാരാക്വറ്റ് എന്ന കളനാശിനി ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. പാറശാലയിൽ കാമുകി വിഷം നൽകി കൊലപ്പെടുത്തിയ ഷാറൂൺ കേസുമായി ഏറെ സാമ്യമുള്ള കേസാണിത്. തിരുവനന്തപുരത്ത് കാമുകൻ ഷാറൂണിനെ കൊലപ്പെടുത്തുവാൻ ഗ്രീഷ്മ കഷായത്തിൽ കലക്കിക്കൊടുത്തതും പാരാക്വറ്റ് എന്ന കീടനാശിനിയാണ്. കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മ ഇപ്പോൾ ജയിലിലാണ്. അൻസിലിനെ ഒഴിവാക്കുവാനായാണ് അദീന കീടനാശിനി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ അൻസിൽ ഉൾപ്പെടെ ചില യുവാക്കളുമായി ബന്ധമുള്ള അദീനയ്ക്ക് ഇപ്പോൾ മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ട്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇയാൾ ഉടൻ പുറത്തിറങ്ങും. അതിനു മുൻപ് അൻസിലിനെ ഒഴിവാക്കുവാനാണ് വിഷം നൽകി കൊലപ്പെടുത്തിയത്. ചേലാട് സ്വദേശിനിയായ അദീന വിഷം നൽകിയെന്ന് അൻസിൽ പോലീസിനെ ബന്ധുക്കളെ വിളിച്ച് പറയുകയായിരുന്നു. ഇതിനിടെയാണ് അൻസിലിന്റെ ഉമ്മയെ അദീന വീഡിയോ കോൾ വിളിച്ചിരുന്നുവെന്ന നിർണായക വിവരവും പുറത്തുവന്നത്. അൻസിൽ അവശനിലയിൽ കിടക്കുന്ന വിവരമാണ് ഈ യുവതി വിളിച്ചറിയിച്ചത്. വിഷം കഴിച്ച് കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്നായിരുന്നു അദീനയുടെ വാക്കുകൾ. പിന്നീട് അൻസിൽ അവശനിലയിൽ കിടക്കുന്ന ദൃശ്യം വീഡിയോ കോളിൽ വിളിച്ചു കാണിച്ചതായും ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. അൻസിലിന്റെ ഉമ്മയുടെ സഹോദരന്റെ മകൻ യുവതിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ യുവാവിനെ അവശനിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ മുൻവശത്ത് വരാന്തയിലായിരുന്നു അൻസിൽ ഈ സമയം കിടന്നത്. വിഷക്കുപ്പി വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. യുവതിക്ക് മറ്റുള്ളവരുമായുള്ള സൗഹൃദം അൻസിലിന് ഇഷ്ടമായിരുന്നില്ല. തന്നെ ഒഴിവാക്കുകയാണെന്ന അൻസിലിന്റെ തോന്നലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും പോലീസ് പറയുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായി അൻസിലിന് യുവതിയുമായി സാമ്പത്തിക ഇടപാടടക്കം ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഈ അദീന താമസിക്കുന്നത്. ഇവിടേക്ക് അൻസിൽ പതിവായി എത്താറുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 30-ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം വിഷം നൽകുകയായിരുന്നു. അൻസിൽ ഒരിക്കൽ വീട്ടിലെത്തി അദീനയ്ക്ക് നേരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി ലഭിക്കുകയായിരുന്നു. അവശനിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അൻസിൽ മരിച്ചത്. ഈ പെൺസുഹൃത്തായ അദീന വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസിൽ മൊഴി നൽകിയിരുന്നുവെന്നാണ് അറിയുന്നത്. അദീന വിഷം വാങ്ങിയതിന്റെ തെളിവുകൾ അടക്കമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അൻസിൽ വിഷം കഴിച്ച് തന്റെ വീട്ടിൽ കിടപ്പുണ്ടെന്ന് അദീന തന്നെയായിരുന്നു അൻസിലിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യാത്രാമധ്യേ ഒരു ബന്ധു ആംബുലൻസിൽ കയറി. തന്നെ ചതിച്ചുവെന്നും വിഷം നൽകിയെന്നും അൻസിൽ ഈ ബന്ധുവിനോടാണ് പറഞ്ഞത്. ഇതാണ് കേസിൽ നിർണായകമായത്. നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുകയാണ് എന്ന് അദീന അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായും ഇയാൾ പറയുന്നുണ്ട്. അൻസിലിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് വിവരം. അൻസിലിന്റെ ബന്ധു കൂടിയാണ് ഈ സുഹൃത്തായ 30-കാരി. ഇരുവരും തമ്മിൽ ദീർഘനാളുകളായാണ് അടുപ്പത്തിലായിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് വിഷം അൻസിലിന്റെ ഉള്ളിലേക്ക് എത്തിയത്. ഏകദേശം 300 മിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നാണ് വിവരം. അൻസിൽ ഡോക്ടറോട് 500 മിൽ ഉള്ളിൽ ചെന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. തുടർന്നുള്ള പരിശോധനയിലാണ് 300 മിൽ ആണ് എന്ന് പറഞ്ഞത്. ഈ അവശനായ അൻസിലെ സുഹൃത്താണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനു മുൻപ് തന്നെ ഛർദ്ദിച്ച് അവശനായിരുന്നു. പെൺസുഹൃത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകിയെന്നാണ് യുവാവ് ആംബുലൻസ് വെച്ച് ഈ സുഹൃത്തിനോട് വെളിപ്പെടുത്തിയത്. ഈ സുഹൃത്താണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചതും. തുടർന്ന് യുവതിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു. ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലായിരുന്നു യുവാവിനെ കൊണ്ടുപോയത്. പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം 8:30-യോടെ അൻസിൽ മരിച്ചു. പുരുഷ സുഹൃത്തായ അൻസിൽ പതിവായി ഇവിടേക്ക് എത്താറുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 29-ാം തീയതി അദീനയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഈ വിഷം നൽകിയത്. അന്ന് രാത്രി അവിടെ ചിലവിട്ട ശേഷം പിറ്റേന്നാണ് അൻസിൽ തിരികെ പോയതും. അദീനയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും കീടനാശിനി വെച്ചിരുന്ന കുപ്പി പിന്നീട് കണ്ടെത്തുകയുമായിരുന്നു. അദീനയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തുവരികയുള്ളൂ. കാരണം ഇത്തരത്തിൽ ഈ പെൺകുട്ടി ഈ ഗ്രീഷ്മയുടെ പാത പിന്തുടർന്നാണോ ഇത്തരത്തിൽ പാരാക്വറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയത്? അതല്ലെന്നുണ്ടെങ്കിൽ ഈ യുവാവ് തന്നെ തന്റെ മുന്നിൽ വെച്ച് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തിത്തീർത്ത് ഇത്തരത്തിൽ രക്ഷപ്പെടുവാനുള്ള ശ്രമമാണോ നടത്തിയത് എന്നുള്ളൊരു സംശയമൊക്കെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അത് മാത്രമല്ല, മറ്റു ചില പുരുഷന്മാരുമായും ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ ഈ ഒരു യുവാവിനെ കൊലപ്പെടുത്താൻ മറ്റാരുടെയെങ്കിലും സഹായം ഈ പെൺകുട്ടിക്ക് ലഭിച്ചിരുന്നു എന്നതടക്കമാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത്. അൻസിലിന്റെ മരണം കളനാശിനി ഉള്ളിൽ ചെന്നാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അൻസിലിന്റെ മരണം കളനാശിനി ഉള്ളിൽ ചെന്നാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കീടനാശിനി ഉള്ളിലെത്തിയത് മൂലം ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റു എന്നും റിപ്പോർട്ടിലുണ്ട്.
ഷാരോൺ വധക്കേസിലും സമാനമായി തന്നെയാണ് ഇത്തരത്തിൽ കളനാശിനി ഉള്ളിലേക്ക് എത്തി ആന്തരിക അവയവങ്ങൾക്കെല്ലാം പൊള്ളലേറ്റുകൊണ്ട് നീല നിറത്തിലുള്ള രക്തമൊക്കെയായിരുന്നു ഛർദ്ദിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒരു ഉമിനീര് പോലും ഇറക്കാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു ആ യുവാവിനെ കൊലപ്പെടുത്തിയത്. ഇത്തരത്തിൽ 29-ന് ഈ വിഷം ഉള്ളിൽ ചെന്ന അൻസിൽ കഴിഞ്ഞ ദിവസം മരിക്കുകയായിരുന്നു. അൻസിലെ പെൺസുഹൃത്ത് ചേലാട് സ്വദേശിനി അദീന പാരക്കിറ്റ് എന്ന കീടനാശിനിയാണ് അൻസിലിന് നൽകിയതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ചേലാടുള്ള ഈ കടയിൽ നിന്ന് തന്നെയാണ് കളനാശിനി വാങ്ങിയിരിക്കുന്നത്. എന്നാൽ പാരക്കിറ്റ് എന്തിൽ കലക്കിയാണ് അൻസിലിന് നൽകിയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഷാരോൺ വധക്കേസിലേക്ക് വരുമ്പോൾ ഈ പാറശാലയ്ക്ക് സമീപം സമുദായ പറ്റ് JP ഭവനിൽ ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14-ന് വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ച് എന്ന വ്യാജേന കുടിപ്പിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഒക്ടോബർ 14-ന് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലേക്ക് 25-നായിരുന്നു മരിച്ചത്. ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നിയൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ PSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. 2021-ലാണ് ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത്. ഇരുവരും വീട്ടിലും പള്ളിയിലും വെച്ച് താലി കെട്ടി. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജ്യോത്സ്യം പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കുവാൻ ശ്രമം തുടങ്ങി. ഇതിനിടെ മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്മാറുവാൻ ഷാരോൺ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ഈ കൊലപാതകം. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നുമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴിയായി ഷാരോൺ പറഞ്ഞത്. ഇതാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായതും. ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. നാൾവഴികളിലൂടെ പോയാൽ 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച ശേഷം ഛർദ്ദിച്ചവശ നിലയിലായ ഷാരോണിനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2022 ഒക്ടോബർ 17-ന് ആരോഗ്യനില വഷളായ ഷാരോണിന്റെ ആന്തരിക അവയവങ്ങൾ തകരാറിലായി. വായ്ക്കുള്ളിൽ വ്രണങ്ങളുണ്ടായി. വൃക്കകളുടെ പ്രവർത്തനം നിലച്ചതോടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. 2022 ഒക്ടോബർ 20 മെഡിക്കൽ കോളേജിൽ വെച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് പാറശാല പോലീസ് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് ഷാരോണിന്റെ മൊഴി രേഖപ്പെടുത്തി. ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാരോൺ മരണമൊഴി നൽകി. 2022 ഒക്ടോബർ 21 പോലീസ് ഷാരോണിന്റെ മൊഴിയെടുത്തു. 2022 ഒക്ടോബർ 24 ഗുരുതരാവസ്ഥയിലായ ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 2022 ഒക്ടോബർ 25-ന് വൈകിട്ട് 5:45-ഓടെ ഷാരോൺ മരിച്ചു. 2022 ഒക്ടോബർ 27-ന് അന്വേഷണം ആവശ്യപ്പെട്ട് ഷാരോണിന്റെ പിതാവ് പാറശാല പോലീസിൽ പരാതി നൽകി. 2022 ഒക്ടോബർ 29-നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഒക്ടോബർ 30-ന് ഗ്രീഷ്മയെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു. ബന്ധുക്കളെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു. ഒക്ടോബർ 31-ന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ വെച്ച് അണുനാശിനെ കുറിച്ച് ഗ്രീഷ്മയെ ആത്മഹത്യക്ക് ശ്രമിച്ചു. കേസിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവംബർ 1-ന് കീടനാശിനി ബോട്ടിലും അതിലെ ലേബലും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ജനുവരി 25-ന് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സെപ്റ്റംബർ 25 അതായത് 2023-ൽ 111 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചു. 2024 ഒക്ടോബർ 15-ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 2025 ജനുവരി 3-ന് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കൊലപാതക കുറ്റവും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റങ്ങളും തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചു. കേസിൽ അന്തിമവാദം പൂർത്തിയായി പിന്നീട് വിധി പറയുവാൻ മാറ്റി. 2025 ജനുവരി 17-ന് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര കോടതി കണ്ടെത്തി. പിന്നീട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.